തലസ്ഥാനം ബോംബിട്ട് തകർത്താലും കമാൻഡർമാർ കൊല്ലപ്പെട്ടാലും പതറാത്ത ഒരു പ്രതിരോധ സംവിധാനം. അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ ഇറാൻ ഒരുക്കി വച്ചിരിക്കുന്നത് വെറുമൊരു സൈന്യത്തെയല്ല, മറിച്ച് തകർക്കാൻ കഴിയാത്ത ഒരു യുദ്ധതന്ത്രത്തെയാണ്. അതാണ് മൊസൈക് ഡിഫൻസ്. എന്താണ് മൊസൈക് ഡിഫൻസ്? ലളിതമായി പറഞ്ഞാൽ അധികാരവും തീരുമാനങ്ങളും ഒരിടത്തു മാത്രം കേന്ദ്രീകരിക്കാതെ രാജ്യത്തെ വിവിധ സ്വതന്ത്ര മേഖലകളായി തിരിക്കുന്ന രീതിയാണിത്. ഒരു കേന്ദ്രീകൃത കമാൻഡ് സിസ്റ്റത്തിന് പകരം പ്രാദേശിക യൂണിറ്റുകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അധികാരം നൽകുന്നു. 2007 IRGC കമാൻഡർ മുഹമ്മദ് അലി ജാഫറിയാണ് ഈ തന്ത്രത്തിന് രൂപം നൽകിയത്. ഇതിലൂടെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടാലും ആശയവിനിമയം തടസ്സപ്പെട്ടാലും ഓരോ ചെറിയ യൂണിറ്റും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. 2003 ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ ഭരണം മിനിറ്റുകൾക്കുള്ളിൽ തകർന്നടിയുന്നത് ഇറാൻ കണ്ടു. അധികാരം ഒരാളിൽ കേന്ദ്രീകരിച്ചാൽ ആ വ്യക്തി ഇല്ലാതാകുന്നതോടെ രാജ്യവും തകരുമെന്ന പാഠം അവർ പഠിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അത്യാധുനിക ആയുധബലത്തെ നേരിടാൻ നേരിട്ടുള്ള യുദ്ധമല്ല, മറിച്ച് ക്ഷമയുടെ യുദ്ധമാണ് വേണ്ടതെന്ന് ഇറാൻ തീരുമാനിച്ചു. യുദ്ധമുണ്ടായാൽ ഇറാന്റെ ഔദ്യോഗിക സൈന്യമായ ആർത്തേഷ് ആദ്യ പ്രത്യാക്രമണം നടത്തും. എന്നാൽ യഥാർത്ഥ കളി തുടങ്ങുന്നത് IRGCയും പ്രാദേശിക സന്നദ്ധ സേനയായ ബാസിജും രംഗത്തിറങ്ങുമ്പോഴാണ്. ഗ്രാമങ്ങളിലും മലനിരകളിലും നഗരങ്ങളിലും ഒളിഞ്ഞിരുന്ന് ശത്രുവിനെ തളർത്തുക എന്നതാണ് ഇവരുടെ ദൗത്യം. ഇവിടെയാണ് അസമമായ യുദ്ധമുറ അഥവാ അസിമെട്രിക് വാർഫെയർ പ്രസക്തമാവുന്നത്. വെറും ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള ഒരു ഷഹേദ് ഡ്രോൺ വെടിവെച്ചിടാൻ ലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള മിസൈലുകൾ ശത്രുവിന് ഉപയോഗിക്കേണ്ടി വരും. യുദ്ധം നീണ്ടുപോകുന്തോറും ശത്രുവിൻ്റെ സാമ്പത്തിക ഭദ്രത തകരുകയും അവർ യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യും. മൊസൈക് ഡിഫൻസിലെ മറ്റൊരു കൗതുകകരമായ കാര്യമാണ് നാലാമത്തെ പിൻഗാമി അഥവാ ഫോർത്ത് സക്സസർ എന്നത്. ഓരോ പ്രധാന പദവിയിലുള്ളവർക്കും പകരം 4 പേരെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. ഒന്നാമൻ കൊല്ലപ്പെട്ടാൽ രണ്ടാമൻ, അയാൾ പോയാൽ മൂന്നാമൻ. ഇങ്ങനെ സിസ്റ്റം തടസ്സമില്ലാതെ മുന്നോട്ട് പോകും. ചുരുക്കത്തിൽ ഇറാൻ ഒരുങ്ങിയിരിക്കുന്നത് ഒരു ചെറിയ മിന്നലാക്രമണത്തിനല്ല, മറിച്ച് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു പോരാട്ടത്തിനാണ്. തങ്ങളുടെ നേതാക്കൾ നഷ്ടപ്പെട്ടാലും തളരാത്ത ഓരോ ഗ്രാമത്തിലും ഓരോ സൈന്യമുള്ള ഒരു പ്രതിരോധ കോട്ടയാണ് ഇറാൻ കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഇറാന്റെ ഈ പ്രതിരോധ തന്ത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.